2 ദിവസം കൊണ്ട് സെയിൽസ് ടാർഗറ്റ് പൂർത്തിയാക്കണം. പക്ഷെ ആരെ വിളിക്കും, എങ്ങനെ വിളിക്കും? മാസാധിക സെയിൽസ് തരാമെന്ന് പറഞ്ഞ ഒരുത്തനെ പോലും വിളിച്ചാൽ കിട്ടില്ല. ഒരാൾ പോലും ഫോൺ എടുക്കണില്ല. എല്ലാ സെയിൽസ്മാൻമാരും അനുഭവിക്കുന്ന ഒരു മാസാവസാന ടാർഗറ്റ് പ്രഷർ തന്നെ ഇത്. എളുപ്പമല്ല ഇങ്ങനൊരു അവസ്ഥ. പക്ഷേ ഇതൊക്കെ ഈസിലി ഓവർകം ചെയ്യാമായിരുന്നു. മാസത്തിൻ്റെ ആദ്യം മുതലേ ആ സെയിൽസ് തരാമെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിലും. പക്ഷേ ഈ 2 ദിവസം നമ്മൾ കടന്നു പോകണം. എല്ലാ പ്രഷർ ഉണ്ടാവുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും നല്ലോണം അറിയാം. പക്ഷേ ഇത് എന്തായാലും പിടിക്കും. പക്ഷേ പഴയ ലീഡ് വിളിക്കണോ അതോ പുതിയ ആൾക്കാരെ വിളിക്കണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മാസം ആദ്യം മുതൽ താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ കുറെ പ്രോസ്പെക്റ്റുകൾ ഉണ്ട്, അവർ 1 by 1 ആയിട്ട് പേയ്മെന്റ് ഇടും, കുറെ ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ ഈ ഡയലോഗ് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ മാസം മുഴുവൻ ഇരുന്നിരുന്നത്. അതല്ലാതെ ഇതിൽ ഒരാൾ പോലും ക്ലോസിംഗ് ആവുക, അഡ്വാൻസ് പേയ്മെന്റ് ഇടുക ഒന്നും നടന്നിട്ടില്ല. കണ്ടിരിക്കണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ഈ ലിസ്റ്റ് മുഴുവൻ ഹെഡ് ഓഫീസിലേക്ക് അയച്ചതാണ്. ഇനി ഇതിനകത്ത് എന്ത് ബാക്കി ഉണ്ടായി കഴിഞ്ഞാലും അത് വരുന്നിടത്ത് വെച്ച് കാണും. താൻ എന്താ കണ്ടേക്കണേ? ഇത് മുഴുവൻ ഞാൻ പറയുമ്പോ താൻ ഈ ഫോൺ നോക്കിയിരിക്കാന്നല്ല, പറഞ്ഞതൊന്നും താൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി താൻ എന്തെങ്കിലും ചെയ്യും, എനിക്കറിയില്ല. എന്താ എന്താ പറ്റിയേ? ഒന്നുമില്ല. ഇന്നിപ്പോ കുറച്ച് ചീത്ത കേൾക്കേണ്ടി വന്നു സീനിയർ മാനേജറുടെ. സെയിൽസിന്റെ ക്ലോസിംഗ് ദിവസങ്ങളൊക്കെ അല്ലേ, അതിന്റെ കുറെ വലകള്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് നിന്റെ എല്ലാ ടാർഗറ്റ് ഇപ്രാവശ്യം അച്ചീവ് ആവും, ലീഡൊക്കെ സെറ്റ് ആണെന്നല്ല പറഞ്ഞു. ഒരുപാട് ആൾക്കാരെല്ലാം വിളിച്ചിട്ട് സെയിൽസ് തരാൻ ഈ മാസം എന്തായാലും ഓക്കെ ആവും, മാസം അവസാനം എടുക്കാന്നൊക്കെ പറഞ്ഞത്. ഒക്കെ മാസം അവസാനം ഇപ്പൊ നമുക്ക് വഴി ഉണ്ടാക്കാം. അല്ല ഇപ്പൊ സാധാരണ ഒരു 100 കോൾ വിളിച്ചാൽ എത്ര എണ്ണം ക്ലോസ് ആവാറുണ്ട്? 100 കോൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു 20% ഈസിയായിട്ട് ആവും. ഒരു 100 ഡാറ്റ ഇപ്പൊ എന്തായാലും ഉണ്ടാവില്ല. 100 ഡാറ്റ എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് ലാസ്റ്റ് ആകെ മൂടി. അങ്ങനെ വിചാരിക്കല്ലേ, വേഗം തന്നെ വിളിക്ക്. 1 to 1 ഓരോന്ന് വിളിച്ച് ആ 100 ഇപ്പൊ തന്നെ വിളിച്ചു, ഒരു 20 ഇന്ന് തന്നെ ക്ലോസ് ചെയ്ത ആ മന്തിന്റെ ആകുമ്പോഴേക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ? ആ 1 എന്ന് പറഞ്ഞ് വേഗം വിളിക്കുക. അപ്പൊ എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. നോക്കി നോക്ക്, നേരണ്ടല്ലോ. ഇപ്പൊ കാലത്ത് 9 മണിയായിട്ടുള്ളൂ. വേഗം വിളിച്ച് സെറ്റാക്ക്. ഓക്കെ, ചീറപ്പോ വേഗം. ഹലോ സാർ, നമുക്ക് ലാസ്റ്റ് മന്തിൽ ഒരു സെയിൽസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ സാറ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മന്തായിട്ട് നമ്മൾ സെയിൽസ് ത്രൂ ആക്കില്ല. സാർ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഞാൻ 2:30 കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും പേര് അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ വന്നല്ലോ. ഓക്കെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്. ഞാനൊരു സെയിൽസ്മാൻ ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാക്ക്. ഹലോ, എന്തായി ഇന്നത്തെ കാര്യക്കെ? തന്നെ ഞാൻ കാണാൻ നിൽക്കാറുന്നു. സംഭവം സെറ്റാക്കി എടുത്തു. ഒറ്റ ഡേയില് കംപ്ലീറ്റ് കോള് വിളിച്ചിട്ട് ഫുൾ പരിപാടികൾ എന്താ ചെയ്യാ. ഞാൻ ഇന്നും മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കം തൊട്ടല്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയും നമുക്ക് സെയിൽ തരാന്നുള്ളത്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊല്ലാട്ടായി പോകും. അത് കാരണം അത് കിട്ടി നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് പുതിയ പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിനെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കലാണ് സെയിൽസ്മാന്റെ യഥാർത്ഥ ഒരു ഹാർഡ് വർക്ക് എന്ന് മനസ്സിലാക്കിയത്. ഇന്ന് ഞാൻ റിസൾട്ട് ഉണ്ടാക്കിയാൽ ഭയങ്കര ഹാപ്പി. ഓക്കെ.